പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം കാട്ടൂർ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. എൻ്റെ അടുത്തിരിക്കുന്നത് പ്രശസ്ത നാടക നടനായ മധു കാട്ടൂർ. നമസ്കാരം. നമസ്കാരം. അപ്പം ഞാൻ സാധാരണ എൻ്റെ ഭാഷയിൽ ചേട്ടാന്ന് അണ്ണാന്നേ വായി വരത്തുള്ളൂ. എങ്കിലും മധുചേട്ടൻ്റെ വീട്ടിൽ വന്ന് കണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് പ്രൊഫഷണൽ നാടകവേദിയിലെ നിറ സാന്നിധ്യമാണ്. മെയിനായിട്ട് കോമഡി ആർട്ടിസ്റ്റ് ആണ് അല്ലേ? ഇപ്പൊ സീരിയസ് വേഷവും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതാണ് നടൻ അല്ലേ? നാടകടന് വേണ്ടത്. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയും അച്ഛനും മരിച്ചുപോയി. പിന്നെ എൻ്റെ ഭാര്യ, മൂന്ന് മക്കള്. അതില് മൂത്ത ആള് മോനാണ്. മോനിപ്പോ വയലിൻ പഠിക്കുന്നു. പിന്നെ മോന്റെ പേര് അഭിജിത്ത്. രണ്ട് പെൺമക്കള്. മക്കളുടെ പേര് ഒന്ന് അവ്യ. മോളിപ്പോ MSc ഫിസിക്സിന് നമ്മുടെ സെന്റ് ജോസഫ് ആലപ്പുഴ പഠിക്കുന്നു. രണ്ടാമത്തെ മോള് BSc ബോട്ടണി SD കോളേജ്. അപ്പൊ എല്ലാ ഈ കലാ പ്രവർത്തനത്തിലൂടെ ചേച്ചിയുടെ പേര് സിന്ധു. ഓക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് നാടകം കാണുന്നത് കാഞ്ഞിരപ്പള്ളി അമലയുടെ അല്ലെ ചൊവ്വയിലെ മനുഷ്യൻ അല്ലേ? അതിനകത്ത് കോമഡി ആയിരുന്നു അല്ലേ? പിന്നെ ഞാൻ വിദ്യാഭ്യാസം ഡിഗ്രി. വെരി ഗുഡ്. സെയിം ബീച്ച്. അപ്പം ഏതൊക്കെ സമിതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒത്തിരി സമിതിയിലുണ്ട്. അതിൽ ഈ കാഞ്ഞിരപ്പള്ളി അമല, അതുപോലെ നമ്മുടെ പാലാ കമ്മ്യൂണിക്കേഷൻ, പിന്നെ വള്ളവനാട് നാദം, പിന്നെ സൃഷ്ടി കമ്മ്യൂണിക്കേഷൻ കോഴിക്കോട്. പിന്നെ നമ്മുടെ കുറിയട് താത്രി എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ള ഇപ്പൊ ഈ തൊട്ടടുത്ത് സന്ധ്യ കലാമണ്ഡലം സന്ധ്യയായിരുന്നു അതിനകത്ത് താത്രി. പുള്ളിയുടെ ഹസ്ബൻഡ് മുരുകൻ, എനിക്കിത് മറക്കാൻ പറ്റില്ല. അങ്ങനെ പുള്ളിയായിരുന്നു അതിനകത്ത് മെയിൻ നടൻ. അവർക്ക് അന്ന് ആദ്യമായിട്ട് ഈ ഒരു നടനും നടിക്കുള്ള അവാർഡ് കിട്ടുന്നത് ഈ കുറിയുടെ താത്രിയാണ്. അതെ, മണപ്പുറം കാർത്തിക് എന്ന് പറയും. മണപ്പുറം കാർത്തിക് അല്ല, മണപ്പുറം കാർത്തിക് ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നോ? ഇല്ല, തൃശ്ശൂരല്ലേ മണപ്പുറം? പിന്നെ കഴിഞ്ഞ വർഷം കൊല്ലം യവനയുടെ നാടകത്തിന്റെ പേര് മുന്നറിയിപ്പ്. ഈ പുതിയ സീസണിൽ ഞാനിപ്പോ അടുത്ത 26-27 കാലഘട്ടത്തിൽ നാടകം കളിക്കാൻ പോകുന്നത് എന്റെ ഏറ്റവും ഇന്റിമേറ്റ് സുഹൃത്തായിട്ടുള്ള ജയചന്ദ്രൻ തോന്നയ്ക്കൽ. നമ്മുടെ സീരിയലും മിമിക്രിയൊക്കെ അവതരിപ്പിക്കുന്ന പുള്ളിയാണ് സംവിധാനം ചെയ്ത്. നമ്മുടെ ശ്രീകുമാർ മാരാത്ത് സംവിധാനമായിട്ടുള്ള ഊച്ചിറധ്വനിയുടെ ശശാങ്കന്റെ പുഷ്പക വിമാനം. അതാണ് പുതിയ നാടകം. പേരിൽ തന്നെ ഒരു കോമഡി ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ കോമഡി ആയിരിക്കും. അപ്പൊ ഊച്ചിറധ്വനി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അവരുടെ നാടകം ഈ സീസണില് ആകാശം ഞാൻ കണ്ടിരുന്നു. അത് നല്ല നാടകമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പ്രദീപ് അണിയരങ്ങ് അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ളല്ലേ നാടകം കണ്ടിരുന്നു. അപ്പം തോന്നക്കൽ ജയിച്ചതിന് ഡയറക്ട് ചെയ്യുന്നു. മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നാടക നടനാണ് അല്ലേ? എന്റെ സുഹൃത്താണ്. പിന്നെ അപ്പൊ സന്തോഷം. അപ്പൊ എല്ലാവിധ ആശംസകളും ശശാങ്കന്റെ പുഷ്പക വിമാനത്തിന് നേരുകയാണ്. അപ്പം നാടകത്തിലെ എന്തെങ്കിലും അനുഭവങ്ങൾ, എന്റെ വീഡിയോസ് ഒക്കെ അറിയാലോ, നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കുക, അങ്ങനെ ആർട്ടിഫിഷ്യൽ ഒന്നും ഇല്ല. പിന്നെ കൂടുതലും ഞാൻ ഗായകരാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം പഠിച്ചിട്ടുള്ളത് ഇപ്പം ഈ നാടക ഫീൽഡിൽ നിന്ന് കുറെ പേര് വന്നതിൽ ആദ്യമായിട്ട് എന്റെ ഒരു കളറിയാണ്, ഫസ്റ്റ് വീഡിയോ ആണ് മധുചേട്ടന്റെ. സന്തോഷം. അപ്പം നാടകത്തില് മറക്കാനാവാത്ത അനുഭവം? അയ്യോ, ഒത്തിരി ഉണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അഖിലയുടെ അരുണ നക്ഷത്രം എന്ന നാടകം കളിച്ചിട്ടുണ്ട്. അന്ന് ഇഷ്ടംപോലെ നാടകമുണ്ട്. എത്ര വർഷം മുമ്പ്? ഒരു 27 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എത്ര വർഷം ഫീൽഡിൽ വന്നിട്ട്? 30 വർഷം. അപ്പം ഒരു വളരെ സീനിയോറിറ്റി ഉള്ളൊരു കലാകാരൻ. പക്ഷെ ഇവിടെ വന്ന് ഞാൻ വഴി ചോദിച്ചപ്പോയില്ലേ, അവിടെ ഒരു പനക്കൽ ക്ഷേത്രം, അവിടുന്ന് അവര് പറഞ്ഞ് പെട്ടെന്ന് ചോദിച്ചവരെ പറഞ്ഞു, ഇതിലെ അങ്ങോട്ട് പോയാൽ മതി, ഇങ്ങനെ വന്നാൽ മതി. അല്ല, അതാണ് ഒരു കലാകാരന് വേണ്ടത് അല്ലേ? നമ്മള് നാട്ടിൽ അറിയുന്നതിലാണ് ഏറ്റവും കഴിയുന്നത്. പുറത്ത് നമ്മളെ പിന്നെ അറിയുന്നേ ഉള്ളൂ. നാട്ടിലാണ് അങ്ങനെ. പിന്നെ തീർച്ചയായിട്ടും നമ്മള് അപ്പം ആ നാടകത്തിലെ ഒരു നാടകത്തിൽ നമ്മള് 2-3 നാടകം കളിച്ചിട്ടിരിക്കും. സ്കൂളുകളിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നല്ല നാടകമായിരുന്നു. അപ്പം ഞാനൊരു ഫസ്റ്റ് നാടകം കളിച്ച് നമ്മള് വേറെ നാടകക്കാർ വരും. അന്ന് ഫസ്റ്റ് കഴിക്കും സെക്കൻഡ് നാടകമായിരിക്കും. അന്ന് അങ്ങനെയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് ആയിരിക്കും, അവരുടെ നാടകമായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് സെക്കൻഡ് ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് നാടകം കളിച്ചു. പെട്ടെന്ന് സെക്കൻഡ് നാടകക്കാർ വന്നപ്പോൾ എനിക്കൊരു സ്വർണ്ണമാല, ഒരു 3 പവനുണ്ട്. അത് ഞാൻ ഓർക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ഓമനക്കുട്ടൻ എന്ന് പറയും. ഓമനക്കുട്ടൻ ലതിക അറിയൂ? ഓമനക്കുട്ടൻ ലതിക അവര്. അപ്പൊ ആ ലതികയുടെ മാലയാണ്
താലിമാല എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഒരു ഡാൻസ് മാസ്റ്ററായിട്ടാണ്. അപ്പൊ ഇങ്ങനെ പുറത്തിട്ട് സിൽക്കിന്റെ ഇതില് നമ്മുടെ ജുബ അതിന്റെ പുറത്താണ് ഇട്ടേക്കണ കാണാൻ വേണ്ടി. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ജുബ ഊരിയ കൂട്ടത്തിൽ ഈ സ്വർണ്ണമാലയാണ്. അത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഊരി കൊടുത്ത് നാടകം കിടക്കുമ്പോ ഇപ്പൊ ഈ പെണ്ണു വന്ന് ചെന്ന് ചോദിച്ചു മാല ഞാൻ കണ്ടില്ല. സെക്കൻഡ് നാടകക്കാർ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ എന്റെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് നിശ്ചയം പറഞ്ഞ് മാല ഒരു സ്ഥലത്തുണ്ട് ചെന്ന് ചോദിക്കാൻ പറ, ഇങ്ങനെ കിട്ടിയാന്ന് ചോദിക്കേണ്ടത്. ഞാൻ ചോദിച്ചു, ചേച്ചി അവിടെ കിടന്ന് താഴെ കിടന്ന മാല അത് നമ്മുടെ സ്വർണ്ണ ഒറിജിനൽ മാലയാണ്. അയ്യോ, അപ്പൊ അവര് വല്ല നേരത്തെ എടുത്ത് ഇതാണാ. അങ്ങനെ ഞാൻ എടുത്തിട്ട് വരികയും ഇപ്പോൾ നമ്മുടെ ഈ വംശം നാടകമില്ല, വംശം നാടകത്തിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള അന്ന് സൈജു വഞ്ചൂരി. അപ്പോൾ അവൻ എന്റെ കർണക്കുരു ഒറ്റ അടിച്ച് പറഞ്ഞു, മേലിൽ ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് കഴുത്തിലിടരുത്, ആണെങ്കിൽ നീ വേറെ എന്തെങ്കിലും സാധനം. അതെനിക്കൊരിക്കലും പറഞ്ഞാൽ 28 വർഷം ഞാൻ ചിന്തിച്ചത് കാര്യം അല്ല. അപ്പൊ അത് അടിച്ചു നിർബന്ധിക്ക് വിഷമമായി, പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്. അതെ, അടിച്ചെന്ന് പറഞ്ഞാൽ അവനെ അടിച്ചെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അവനും 3.5 പവൻ സ്വർണ്ണമാണ്. അപ്പൊ അങ്ങനെ ഒരു അടി കിട്ടിയപ്പോ ഞാൻ അത് ഒരു പാഠമാണത്. മറ്റു പല ആൾക്കാർക്കും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. എങ്ങനെ അടിക്കണമെന്ന് തല്ലണമെന്ന് അങ്ങനെ തല്ലി വളർത്തുന്ന ഒരു ശീലം ഇല്ല ആൾക്കാർക്ക്. അപ്പൊ 28 വർഷമായെന്ന് പറഞ്ഞില്ലേ? അപ്പൊ 28 വർഷമാകുമ്പോ ആ 28 വർഷത്തിന് മുമ്പുള്ള ആ നാടകത്തില് ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? അതിനകത്ത് ആദ്യമേ കയറി ക്ലാപ്പ് കിട്ടുന്ന ഒരു സാധനമുണ്ട്. അതിന് സ്ത്രൈണവനാണ്. അപ്പൊ അവിടെ ഒരു ശകുനി എന്ന് പറയുന്ന ഒരു കഥാപാത്രം നിൽപ്പുണ്ട്. ശകുനി എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് വെച്ചും ഒരു മുടിയൊക്കെ ഇവിടം വരെ ഉണ്ട്. അപ്പൊ നമ്മൾ വെച്ചും അകത്തേക്ക് വരാമോ അപ്പൊ പറയും പോരൂ എന്ന് പറയും. അപ്പൊ നമ്മൾ ഒന്നും മ്യൂസിക്കിന് എന്താ പേര്? അപ്പൊ ഞാൻ പറയും നടന രാജ്യത്തിലേക്ക് നാട്യശിരോമണി കർപ്പിണി കലാനിധി ഇളം ചുടരുളി നാദതാളലയ ഇളം തെണ്ടൽ കാമാക്ഷുപുരം ഓ മാർക്കണ്ഡേയ പെരുമാൾ. അതായിപ്പൊ നന്നായേ വരട്ടടോ. അത് 28 വർഷം മുമ്പുള്ള ആ ഡയലോഗ് ഇപ്പൊ ഓർത്തിരിക്കും. അതാണ് കലാകാരൻ അല്ലേ? ഞാൻ സ്കൂൾ നാടകത്തിലെ പണ്ട് ആദ്യമധ്യാന്ത്യം നാടകം എന്ന് പറഞ്ഞ നാടകത്തില് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയാണ്. നിന്റെ ദീന രോദനങ്ങളുടെ കേട്ടിരുന്ന നാദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇത്രയും ഇതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ 28 വർഷം മുമ്പുള്ള അതാണ് കലാകാരൻ. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഞാനും എന്റെ ചേട്ടൻ അറിയില്ല മധുവിന്റെ പറയാം, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്റ്റേജ് കലാകാരന്മാരിൽ ഏറ്റവും കൂടുതൽ ഭംഗിവാക്കല്ല നാടക കലാകാരന്മാരാണ്. അറിയാലോ, ഞങ്ങള് 10-27 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോയി നാടകം കണ്ടു. ഇപ്പോഴും വരും. എന്റെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് നാടകമാണെങ്കിൽ ഒരു കയ്യിലേക്ക് കൊടുത്ത് മുണ്ട കൊടുത്ത് ഫ്രണ്ടിൽ പോയി ഒരു നാടകം കാണും. അതിന്റെ സുഖം വേറെ ഒന്നാണ്. അല്ല, ഞാനും അങ്ങനെ തന്നെയാണ്. ഈ മിമിക്രി എന്ന് പറയുന്ന സാധനം എല്ലാരും പറയും നാടകക്കാർ അത് ആക്കിയാണ് അല്ല, അതൊരു കഴിവാണ്. കാര്യം ഞാൻ മിമിക്രി എവിടെ പോയും കാണും. അതൊരു എന്താണ്, അല്ല അത് കഴിവാണ്. പക്ഷേ ഉണ്ടല്ലോ, നാടകം എന്ന് പറഞ്ഞാൽ നമ്മള് മിമിക്രിക്ക് സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഇത്ര വാട്സ് ഉണ്ട്. ഇത് ഇപ്പോഴാണ് നാടകത്തിൽ 3-4 മൈക്കൊക്കെ ആയത്. അതെങ്കിൽ പോലും ആ ഒരു മൈക്രോഫോണില് ഒരു നാടകത്തിലെ ഡയലോഗ് ചിലപ്പം വോളിയം കുറഞ്ഞ, ചിലപ്പം ഈ ചുമയായിരിക്കാം, ആർട്ടിസ്റ്റിന് പനിയായിരിക്കാം, എങ്കിൽ പോലും സെന്റിമെന്റ്സും ഏത് ഭാവങ്ങളാണെങ്കിലും ആ സമയത്ത് സ്റ്റേജിൽ പറഞ്ഞു ഫലിപ്പിക്കുന്ന അതാണ് കഴിവ്. അപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ സാധാരണ ഒരു 5 മിനിറ്റിന് മേളിൽ പോകാറില്ല. ചിലപ്പോൾ 7 മിനിറ്റ് മേളിൽ പോയിട്ടുണ്ട്. അതിന് മേളിൽ പോയി കാണും. എങ്കിലും കുഴപ്പമില്ല. പ്രിയ പ്രേക്ഷകര് തീർച്ചയായിട്ടും മധു കാട്ടൂർ എന്ന കലാകാരനെ വീണ്ടും ഒരുപാട് വേദികൾ കിട്ടാനും ഒരുപാട് ഉയരങ്ങളിലെത്താനും പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കൊരു സന്തോഷം. ചിലപ്പോൾ സാധാരണ എന്റെ വീഡിയോ പോലെ ആയിരിക്കത്തില്ല ഇത്. വീണ്ടും പോയി കാണും. എങ്കിൽ പോലും പ്രിയ പ്രേക്ഷകർ സ്വീകരിക്കും. ഈ കലാകാരനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുല്യ കലാകാരനാണ്, വളരെ സീനിയോറിറ്റിയുള്ള കലാകാരനാണ്. എങ്കിലും തുടർന്നുള്ള കലാജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും പ്രോത്സാഹനങ്ങളും ഈ കലാകാരനും കുടുംബത്തിനും ഉണ്ടാകണം. ഓക്കെ ഏട്ടാ, ഓക്കെ, താങ്ക് യു. എന്നെ ഈ ഇതില് പരിചയപ്പെടുത്താൻ അല്ല മനോജ് കാണിച്ച ഈ ധൈര്യം ഉണ്ടല്ലോ, അത് ഞാൻ എന്നും ഓർത്തു വെക്കും. അല്ല അതല്ല, എനിക്ക് ചേട്ടനെ പരിചയപ്പെടുത്തിയ സന്തോഷമായി. ഞങ്ങള് സുഹൃത്തുക്കളാണെങ്കിൽ പോലും ബഹുമാനം വേണം. അല്ല, അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം. ഇപ്പം ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തിയപ്പം ചിലപ്പോൾ ആ ഒരു അനുഗ്രഹം കലാദേവതയുടെ ഭാഗത്തുനിന്നോ അല്ലെ ചേട്ടന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നോ തീർച്ചയായിട്ടും എനിക്കുണ്ടായിരിക്കും. ഓക്കെ.